പെട്ടെന്ന്. നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾ കോണ്ടസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തിരുവനന്തപുരം കൊച്ചി മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്. അവിടെ പോവാം. സുധി ബസ്സിന് വേണ്ടി കാത്തിക്കാണ്. കിഴക്കോട്ട ബസ്സാണ്. നമുക്ക് തിരുവനന്തപുരം ഇതില് പോയത് ചിപ്പി ചേച്ചിയാണ്. അത് ചിപ്പി ചേച്ചി കൂടി പോകുന്നുണ്ട്. ഇതാണ് പരുത്തിക്കുഴി ജംഗ്ഷൻ, പോളി ജംഗ്ഷൻ. അതാണ് ഞങ്ങളുടെ പരുത്തിക്കുഴി ഗ്രാമപഞ്ചായത്ത്. പരുത്തിക്കുഴി പരുത്തിക്കുഴി ആണോ നമ്മുടെ പരുത്തിക്കുഴി പാലം. ശരിക്കും പണ്ടത്തെ പാലം ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ടത്തെ പാലം ഇതൊന്നുമല്ല. ഇവിടെ റംബൂട്ടാനൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അമ്പലമാണ് കൈസ്. അതിൻ്റെ ആ വെള്ള ഗോപുരമൊക്കെ ഉള്ളത്, ഗോൾഡ് കളർ ഗോപുരമൊക്കെ ഉള്ളത്. അല്ല ദേ ഇത് ഞങ്ങളുടെ കൃഷ്ണൻ അമ്പലമാണ്. അതാണ് ഇപ്പൊ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ പണ്ടത്തെ പാലം ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ പണ്ടത്തെ പാലമുണ്ട്. നിങ്ങൾ ഇത് ചുറ്റാറാണ്. പേരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റി പോകുന്നത് തോട് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ ഷീറ്റാണ് ഉണ്ടാ. അവിടെ ഞങ്ങളുടെ ഓൾഡ് പാലം അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ റോഡ് അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ LP സ്കൂള് ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ. LP സ്കൂള് അംഗൻവാടിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ബസ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു സർക്കുലർ ഉണ്ട് ഗൈസ് ഇങ്ങനെ പോകാൻ. അതാണ് തിരുവനന്തപുരം. ബസ്സല്ല, ഓട്ടോയാണ്. ഞങ്ങളുടെ സ്ഥലം കാണാൻ വളരെ ബ്യൂട്ടിയാണ്. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും എന്താ പറയുക, എല്ലാവരും മുക്കിലോട്ട് പോകണം, ജംഗ്ഷനിലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വരും. പരുത്തിക്കുഴി ജംഗ്ഷനിലോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അല്ലേ സർ? കാരണം ഒരു നാട്ടിൻപുറം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ, സ്ഥിരം അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളെ വീട്ടിലാരാ കണ്ണനും ഉണ്ണിയും പോവില്ലേ പോണത് പായസം കുടിക്കാൻ. അപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് അതാണ് ഫ്രണ്ട്സും എല്ലാവരും കൂടി അവരൊക്കെ പോകും. ഞാൻ പായസം പിടുങ്ങി കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം പണ്ടത്തെ പോലെ ശർക്കര പായസം കിട്ടില്ല ഗൈസ്. പാൽപ്പായസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പാൽപ്പായസം ഇഷ്ടമല്ല. ഇനി നമുക്ക് ബസ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ഗൈസ് ബസ് വന്നു. ബസ്സിൽ ഇവിടെ നിന്ന് തിരിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക്. ഇപ്പം സമയത്തായി 6:57. ഇത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് വൈകിട്ട് ഈ ബസ്സുണ്ട്. ഇത് കണ്ടോ, പേരുക്കട, നെടുമങ്ങാട്, കരിപ്പൂര്, മാണിക്യപുരം, പരുത്തിക്കുഴി. അയ്യാ, ഞായറാഴ്ച ദിവസം ഇല്ല ഗൈസ്. അപ്പം നമുക്ക് പോകാം. ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ചാടി ഇറങ്ങി. അപ്പോൾ അറിഞ്ഞില്ല, പുതിയ ഡ്രൈവറാണെന്ന് തോന്നുന്നു. ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഇവിടെയാണ് അവിടെ. അത് സീറ്റ് ഉണ്ടാവും. ഇത്രയും വർക്കേഴ്സൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നോക്കാം. അപ്പോൾ ഗൈസ് ബസ് എടുത്ത് ഇനി നമുക്ക് പോകാം. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞു. 80 രൂപയാണ്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് വരുന്നത് 20 രൂപയും, നെടുമങ്ങാട് നിന്ന് ഇവിടെ 20, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് പോയി 80 രൂപയും ടിക്കറ്റ്. നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റിൻ്റെ വീടാണ് ഈ കാണുന്നത്. 3 നില വീട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? 3 നില വീടാണ്. ഇവിടെയൊക്കെ ഫുള്ള് വീടുണ്ട്. ഇത് കേക്കൊക്കെ കൊടുക്കുന്ന ചേച്ചിയുടെ വീടാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും.
കാണാൻ വേണ്ടി പറ്റില്ല, നല്ല രസമാണ്. നമ്മളിപ്പം കരകുളം കഴിഞ്ഞില്ലേ, കരകുളം. നമ്മളവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടെ ഹിന്ദിക്കാരുള്ള സ്ഥലം ഇവിടെയാണ്. കാരണം എപ്പോഴും ഭയങ്കര തിരക്കുമാണ് ഈ സ്ഥലം. എന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡായിരിക്കും എപ്പോഴും. രാവിലെ നിന്നില്ല, ഉച്ചയെന്നില്ല, രാത്രി നിന്നില്ല, ഭയങ്കര തിരക്കായിരിക്കും. നമ്മളിപ്പം കരകുളം കഴിഞ്ഞിട്ടില്ല, കരകുളത്തിൻ്റെ ഏതോ ഒരു ബുക്കിലെത്തിയതേ ഉള്ളൂ. ഇനിയും പോകാനുണ്ട് ഇഷ്ടം പോലെ. ട്രെയിൻ കിട്ടുമോ എന്നുള്ളതാണ് ടെൻഷൻ. നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളയമ്പലം എത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകാനേ ഉള്ളൂ. പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ കിട്ടൂല, ആകെ സീനാവും. ഉച്ചയ്ക്ക് മുമ്പേ എത്തണം ഹോസ്പിറ്റലിൽ. എന്നാലേ നമുക്ക് ടോക്കൺ നാളത്തേക്ക് കിട്ടത്തുള്ളൂ. നോക്കാം. അപ്പോഴും നമ്മൾ മ്യൂസിയം എത്തിയിരിക്കുന്നു ഗൈസ്. മ്യൂസിയം എത്ര കണ്ടാലും മതി വരാത്ത സ്ഥലമാണ്. ഞാൻ എപ്പോൾ വന്നാലും മ്യൂസിയം കാണാതെ പോകാറേ ഇല്ല. എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും എനിക്കിവിടെ കാണണം. ഞങ്ങൾ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ അകത്ത് കയറിയിട്ടുണ്ട്, അല്ലാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു കണ്ടാലും മതി വരത്തില്ല. പക്ഷേ ചെടിയുടെ ഇടയിലൊക്കെ പോയിരിക്കാനും നൊസ്റ്റാളജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ പ്രേമിച്ച് നടക്കുന്ന സമയത്തൊക്കെ നടന്ന പല കാര്യങ്ങളും നമ്മൾ ഈ മ്യൂസിയത്തിൽ വരുമ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ പല ആൾക്കാരും അങ്ങനെ ഇരിക്കണേക്ക് കാണുമ്പോൾ നമ്മൾ പറയും, ആ ശരി നമ്മളങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടാ എന്നൊക്കെ പറയും. അതൊക്കെ ഒരു രസമുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കപ്പിയൊക്കെ കാണും, ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ പാളയം എത്തിയിരിക്കുന്നു ഗൈസ്. പാളയം നമ്മൾ സ്റ്റേഡിയം കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് പാളയം പള്ളി. അങ്ങനെ നമ്മൾ എവിടേക്കോ എത്തി ഗൈസ്. തിരുവനന്തപുരമാണ്. പക്ഷേ നമ്മൾ സ്റ്റാൻഡിലോട്ട് പോകണത് കറങ്ങിയാണ് സ്റ്റാൻഡിലോട്ട് പോയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയത്തില്ല. ട്രെയിൻ മിസ്സാവാതിരുന്നാൽ മതി എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം എത്ര സമയം? 8:02 കഴിച്ചിട്ട് എപ്പം പോയിട്ട് എപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോകാൻ ദൈവത്തിന് മാത്രം അറിയാം. നമ്മൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ സൈഡിലാണുള്ളത്. നമ്മളെ ബസ് ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ശരിക്കും അപ്പുറത്തു കൂടിയാണ് പോകാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ പോയതൊന്നും അറിയത്തില്ല. നമ്മൾ രാവിലത്തെ ബസ്സായതുകൊണ്ടായിരിക്കും ജോലിക്കാരൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. അപ്പം അത് കാരണമായിരിക്കും. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് കൊണ്ടിരിക്കുകയാണ്.
പക്കയിൽ മനസ്സിലായോ ആദ്യമോ പഴുത്ത അണ്ണാന്നുള്ളതേക്ക് നമുക്കൊരു പഴം തിന്നാൻ പോലും കിട്ടും. പക്ഷേ കറങ്ങി പോകരുത്, കറങ്ങി പോകുന്നതാണ് ശരി. പോത്തീസിൻ്റെ കാട്ടിൽ കൂടിയാണ് പോകുന്നത്. മറ്റത് അപ്പുറത്തെ സൈഡിൽ കൂടി തന്നെ പാളയത്തിന്ന് ആ സൈഡിൽ കൂടി തന്നെ കയറി പോകാനാണ് പതിവ്. ഇതിപ്പോൾ പോത്തീസിൻ്റെ കൂടി കറങ്ങി തിരിഞ്ഞൊക്കെ പോവേണ്ടി ദൈവത്തിനറിയാപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ കണ്ടു, എനിക്ക് സമാധാനമായി റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ എത്തി, തമ്പാനൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ആഹാ ബാക്കി കാര്യങ്ങൾ നമുക്ക് ട്രെയിൻ കയറിയിട്ട് ബാക്കി. ഫൈനൽ ഗൈസ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ പറയുക, ആർജെ ഓടി, ആർജയ്ക്ക് രാവിലെ വയറുവേദനയും ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടിയതുകൊണ്ട് ആർജെ പൊക്കളഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ വേണം ടിക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിൽ കയറിയിട്ടാണ് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാൻ വേണ്ടി. അപ്പം ഗൈസ്, നമ്മളെ വണ്ടിയുടെ എൻജിനാണ് ഈ കിടക്കുന്നത്. നമ്മളെ വണ്ടി ഇതാണ്, നമ്മൾ കയറിയിട്ടില്ല, ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ട്രെയിനിൻ്റെ അകത്ത് കയറി ഇങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. ബാക്കി നമുക്ക് ഇനിയിപ്പോൾ എറണാകുളത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇനി പെട്ടെന്ന് അവിടെ എത്തണം, അതാണ് ഏറ്റവും വലിയത്. ഇവിടെ ഇപ്പോൾ ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി കിട്ടിയത്. അപ്പോൾ ഗൈസ്, ആർജ് കിടന്നു പോയത് നമുക്ക് സീറ്റ് കിട്ടി. ആർജയ്ക്ക് രാവിലെ തൊട്ട് തൂറ്റലും ഒക്കെയാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് പനിയും ഒക്കെ. ആർജ് എന്തായാലും കിടന്നു പോകണം. ആർജയ്ക്ക് വയ്യ, ഛർദ്ദിക്കാനൊക്കെ ഭയങ്കര ടെൻഡൻസി. ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഛർദ്ദിക്കാൻ പാടില്ല, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ആളില്ലാത്തതുകൊണ്ട് എന്തോ ഭാഗ്യം, കിടന്നു പോകാം. ഇനി എന്തായാലും എറണാകുളം എപ്പോൾ എത്തുമെന്ന് ദൈവത്തിന് അത്ര അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയാണ്, പൊളി മഴയൊക്കെയാണ്. അവിടെ എത്തുമ്പോൾ എങ്ങനെ നല്ലുണ്ടാവും. കുടയുടെ കാര്യം പോയി, എല്ലാം പോയി. ഇനി കുടയുമില്ല, വടിയുമില്ല, പൊളിയായിരിക്കും. നോക്കാം. ആർജെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഭീമനായിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ 2 പേഷ്യൻസും ബൈസ്റ്റാൻഡറും. ഇനി നോക്കാം, നല്ല മഴയാണ് ഗൈസ്. ട്രെയിനിൻ്റെ അകത്തുനിന്ന് കാണാൻ എറണാകുളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയും കഴിഞ്ഞു. എന്തായാലും അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ സ്വന്തം സ്ഥലമാണ്. കുമ്പളങ്ങി. ഓക്കെ, കുമ്പളങ്ങിയാണ്. സമയത്ത് അറിയില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എടപ്പള്ളി എത്തി. എറണാകുളം എടപ്പള്ളിയിൽ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി ബസ്സിനാണ് കേട്ടോ നിൽക്കാൻ. സ്ഥലമാണ്, ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ പോയിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തായാലും ലേറ്റ് ആവും, നോക്കാം. ഈ വണ്ടി എന്ന് പറഞ്ഞ പുക കാണാൻ കഴിച്ചിട്ടുണ്ടോ? കണ്ടോ, കരിച്ചാക്ക് നോക്കും പോലെയാണ്. അപ്പം ഞങ്ങളെന്തായാലും ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പനിയെ കൊണ്ടാക്കിയിട്ടാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഇച്ചിരി ദൂരമുണ്ട്. ഈ റൂട്ടിൽ ബസ്സില്ല. അപ്പോൾ നമ്മൾ ഇവിടെയും എൻ്റെ തിരുവനന്തപുരം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബെറ്ററാണ്. കാരണം വെച്ചാൽ ഫുൾ ടൈം വണ്ടി സർവീസ് ഉണ്ട്. ഇവിടെ വണ്ടി സർവീസ് ഇല്ല, ബസ്സൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഈ റൂട്ടിൽ മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഇങ്ങനെ സിനിമയിലൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ ഉണ്ടാവില്ലേ ഈ സൈഡ്. അതാണ്, കുറെ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഭയങ്കര രസമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓ, ആ പോയത് മിഞ്ചാണ് ഗൈസ്, മിഞ്ച. ഓ, ആ വണ്ടിയുടെ പണിക്കൂറ്റി ഇളവിയും തോന്നുന്നു. അതാണ് ആ സൗണ്ട്, ആ വൃത്തികേട് സൗണ്ട്. അങ്ങനെയല്ല നിഞ്ചയുടെ ശരിക്കുള്ള സൗണ്ട്. ഇതൊക്കെ HMDയുടെ കമ്പനിയാണ്. അപ്പോൾ
ഭയങ്കര രസമാണ് ഈ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ്. നല്ല തണുപ്പാണ്. മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭയങ്കര ചൂടാണെങ്കിൽ പോലും ഈ സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റും ഒരു വല്ലാത്ത സുഖമാണ്. ഞാനൊക്കെ ആർജന കൂടെ സുഖിയാടാനൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ ഈ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾ നിൽക്കാറുണ്ട്, ഈ സ്ഥലത്ത് കൂടി ഓട്ടം കിട്ടുമ്പോൾ. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഫൈനലി ഗൈസ് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നല്ല തിരക്കുണ്ട്, ഇപ്പോഴും നല്ല തിരക്കാണ്. ഞങ്ങൾ പേരൊക്കെ എഴുതി ഒട്ടിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് നാളെ രാവിലെ 7 മണിക്ക് കാണാം. എന്തായാലും എനിക്ക് നല്ല ക്ഷീണമാണ്. ഞാൻ എന്തായാലും ഇതൊന്നും ഉറങ്ങട്ടെ കുറച്ച് നേരം. ബാക്കിലുണ്ട് നമുക്ക് കമ്പനിക്ക് ഓരോ ചേട്ടൻ കിട്ടി. ആ ബാക്കിലിരിക്കുന്ന ചേട്ടൻ നമുക്ക് കമ്പനി കിട്ടിയതാണ്. പുള്ളി ഞങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട്. നാളെ പുള്ളിയും ന്യൂറോസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാവരും ക്യൂവിൽ. അപ്പോൾ ഈ നാളെ രാവിലെ 7 മണിക്ക് കാണാം. അപ്പോൾ ഗൈസ് ഫൈനലി ഞങ്ങൾ 5 മണി കഴിച്ചിട്ട് വീട്ടിൽ വിചാരിച്ചു, പറ്റിയ സമയം കാര്യമില്ല. ക്യൂ ആയിട്ട് തിരക്ക് കൂടിപ്പോയി ഗൈസ്. നമുക്ക് ഓടി നിൽക്കാൻ സമയം പറ്റുന്നുണ്ട്. നമ്മൾ പേര് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഇഷ്ടംപോലെ ആൾ കുത്തി പേര് വന്നിട്ട് ബുദ്ധിമുട്ടായി പോയി. രാവിലെ ആയപ്പോൾ ക്യൂ ആയി നിൽക്കുന്നത്. 5 മണി തൊട്ട് ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ് ഗൈസ്. എന്നിട്ട് 7 മണിക്കാകുമ്പോൾ ടോക്കൺ എത്തിയത്. 8 മണിക്കാണ് ചീട്ട് തന്നത്. 9 മണിക്ക് ഡോക്ടറെ കണ്ട് 7 മണിക്ക് ടോക്കൺ വാങ്ങിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പേരിൽ അവർ ചീട്ട് അടിച്ചിടുക. അതിനുവേണ്ടി വീണ്ടും 8 മണി വെയിറ്റ് ചെയ്യുന്നത്. 8 മണി ചീട്ട് ഇട്ട് അതിന് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടറെ കാണുമ്പോഴേക്കും ബുദ്ധിമുട്ടായി. അതിലും വലിയൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ന്യൂറോ സർജൻ ഉണ്ടായിരുന്നില്ല. ന്യൂറോസ്റ്റിന്റെ ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ന്യൂറോ സർജൻ അവിടെ ചെയ്യുന്നതല്ല. സർജറി ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് പോകാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം. അത് എന്ന് നടക്കുമെന്ന് അറിയത്തില്ല, എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് തിരിക്കത്തുള്ളൂ. കാരണം അപ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ട്രാവലിംഗ് വ്ളോഗ് നമ്മുടെ ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യാണ്. തിരുവനന്തപുരത്ത് ടു കൊച്ചി മെഡിക്കൽ കോളേജിൽ നമ്മൾ ട്രാവൽ മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയ വീടുമായിട്ട് വീണ്ടും കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്, സപ്പോർട്ടിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ്സ് ഒക്കെ നമ്മൾ രേഖപ്പെടുത്താൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ചോദിക്കാം. മോശമായ കമന്റ്സ് ആയിട്ട് നല്ല കമന്റ്സ് ധൈര്യമായിട്ട് ഇടാം. ഒരു പ്രശ്നമില്ല. അതിനുള്ള വിഷമില്ല. നമ്മൾ എന്ത് കമന്റ്സ് ഉണ്ടോ നമ്മൾ മാന്യമായ രീതിയിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത്. ബൈ.